ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്റെ കൂടെ ഉണ്ടായിരുന്ന നിന്റെ ആശാൻ, നിന്റെ ചങ്ക് മറ്റവളില്ലടാ, ആ ജില്ലാ കളക്ടർ ഭർത്താവ്. അവനെന്തിനാണ് അവനെ പോലീസിനെ കണ്ട ഓടിയത്? അപ്പൊ അവൻ അറിയായിരുന്നു ഇതിനകത്ത് സ്പിരിറ്റ് ഉണ്ടെന്ന്. ഇനി നീ അറിയാതെ അവൻ അങ്ങനെ ഒരു ബിസിനസ് ഉണ്ടോടാ? ഇവിടെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് പണിയും ചെയ്യാൻ നടക്കുന്ന നിന്റെ ആശാനുണ്ടല്ലോ, നീ അറിയാതെ രഹസ്യമായിട്ട് പല സ്പിരിറ്റ് കളക്കെടുത്തുകൊണ്ടോടാ. സാർ, അങ്ങനെയൊന്നും അല്ല. ഞാൻ പറഞ്ഞിട്ട് ആശ മാറിയത്. ആശാനെ വെറുതെ പ്രതിയാക്കണ്ടെന്ന് കരുതി. ഒരു വിശുദ്ധനിൽ വിശുദ്ധൻ. അപ്പൊ നിന്റെ തലയ്ക്ക് ഒരു പ്രഭാവനം കാണണോടാ. ഇങ്ങോട്ട് നീങ്ങിക്കടാ. എടോ അല്ലേ, എടോ ഇവന്റെ തലയ്ക്ക് ചുറ്റും അങ്ങനെ വല്ല കാണുന്നുണ്ടോ നോക്കടോ. ഈ മഹത് വ്യക്തികൾക്കും ഈ ബുദ്ധനെ പോലുള്ള ആളുകൾക്ക് ഉണ്ടാവുന്ന പോലെ ഒരു വട്ടം ഇവന്റെ തലയ്ക്ക് പിന്നിൽ അങ്ങനെ വല്ല ഉണ്ടോ നോക്കടോ. ഇല്ലല്ലോ സാറേ. ഉണ്ടോ, തനിക്ക് കാണാൻ പാടില്ലാത്തോണ്ടാ. പക്ഷേ എനിക്ക് കാണാം. ഇങ്ങനെ കാണുന്നവരെ കണ്ടുകിട്ടിയാലേ ഞാൻ ചെയ്യുന്ന എന്താണെന്നറിയാവോ തനിക്ക്? താൻ വേണേ കണ്ടോ. കൊണ്ടോ ഇപ്പൊ നിനക്ക് എന്റെ മുഖത്തൊരു പ്രഭാവലയും കാണാൻ പറ്റുന്നില്ലേ? നക്ഷത്രങ്ങളുടെ പ്രഭാവലയും, കണ്ണിൽ പൊന്നീച്ച പറക്കുന്ന പ്രഭാവലയും. ഇനി പറയണ, വിഷ്ണു ഏത് മളത്തിലാണ് ഓടിച്ചിരിക്കുന്നേ? എനിക്കറിയില്ല. നിനക്കറിയാം, നിനക്കേ അറിയൂ. നിന്റെ വായുന്ന സത്യം അറിയുന്ന വരെ ഞാൻ നിന്നെ അങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കണം. കാരണം നിന്റെ ആശാനുണ്ടല്ലോ, അവനിലേക്കുള്ള വഴി നീങ്ങടാ. അത് നീ തുറന്നു തന്നെ പറ്റത്തോളാ. അല്ലെങ്കിൽ നല്ല ജീവനോടെ നീ ഇതിനകത്ത് പോകത്തിടാ. പൊന്നു പോലെ സാറേ, മതി സാറേ. ഇനി സാറടിച്ച അവൻ ചത്തുപോകും. ചത്തുപോയ കെട്ടിത്തൂക്കൂടോ. എഴുന്നേക്കണം, എഴുന്നേക്കണം. കൂടെയുള്ള ആശാൻ ചതിച്ചതിന്റെ വിഷമോന്നും പറഞ്ഞ് ഒരു നോട്ട് തയ്യാറാക്കി ഞാനങ്ങ് വെക്കൂടാ. ബാക്കി തെളിവൊക്കെ ചന്ദ്രവും തൊപ്പിക്കൂടാ. അവൻ എന്റെ അടുത്ത് രക്ഷകൻ കളിക്കുന്നു. ഒരു തുള്ളി വെള്ളം കൊടുത്തു പോകരുത്. തന്റെ അടുത്ത് കൂടാ പറഞ്ഞേ, കേട്ടോ? അവന്റെ ഒരു പള്ളിയിലേച്ച കളി.